ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. ഇതോടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവനെയും കൊണ്ട് നേരെ സ്കൂളിലേക്കാണ് കേട്ടോ പോയത്. കാരണം നമുക്കിന്ന് കുളിച്ച് ഫ്രഷ് ആവാനുള്ള ടൈം കിട്ടിയില്ല, ലേറ്റ് ആയിട്ടാണ് എത്തിയത് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിൽ തന്നെ അതൊക്കെ ആയി. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോൾ 12 അവർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ട്. കുറച്ച് ട്യൂലിപ്സ് കിട്ടിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ് ഇങ്ങനെ വീട്ടിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എവിടെ കിട്ടിയാലും ഞാൻ കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇലയുടെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇല കിട്ടിയപ്പോൾ. അപ്പോൾ അതാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ച് നേരെ നമ്മൾ ബെഡിൽ പോയി കേട്ടോ. 2 മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേക്കും. 2 മണിക്ക് എഴുന്നേറ്റതിന് ശേഷമാണ് നമ്മൾ വീട്ടിലെ ക്ലീനിങ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഒരു 3 മണിക്കുള്ളിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. രാത്രിത്തേക്കും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കിന്ന് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഋതുവിനെ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിലാണെങ്കിലും ഞാൻ ഇതേപോലെ ഇപ്പോൾ ആകുമ്പോഴത്തേക്കൊക്കെ എല്ലാം റെഡിയാക്കി വന്നിട്ട് ഋതുവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് നേരം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 8 മണിക്കാണ് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 7:40-45 ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങും. മിക്കപ്പോഴും ലേറ്റ് ആവാറാണ് പതിവ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പോവാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നേരെ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്. ഒരു 24 ഡിഗ്രി ആയിരുന്നു ആ ദിവസത്തെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. നല്ല വെയിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പൊള്ളുന്ന വെയിലായിരുന്നു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോകുന്നു. അപ്പോൾ ചെറിയൊരു പാർക്കുണ്ട്, അവിടെയും കയറിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം എഴുന്നേറ്റു, വിളക്കൊക്കെ കത്തിച്ചു, ഋതുവിനെ മേലൊക്കെ കഴിയിച്ച് പിന്നെ TV കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയല്ല. ചില ദിവസം ഡ്യൂട്ടി ഉള്ള ദിവസം ഈ സമയത്തൊക്കെ ഭയങ്കര റഷായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് നാമം ചൊല്ലായിരുന്നു കേട്ടോ. ഞാൻ അവനെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അവനത് ഏറ്റു ചൊല്ലായിരുന്നു. അപ്പോൾ നാട്ടിലാവുമ്പോൾ അമ്മയും അച്ഛമ്മയും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.